ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് കൂന്തൽ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തലയൊക്കെ എടുക്കുന്നുണ്ട്. തല നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊരിച്ചാൽ അതാണ് കൂന്തൽ എന്ന് പറയുന്നത്. നന്നായി മുറിച്ചെടുത്താൽ നന്നായി വാഷ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലൊരു കറുപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ പോണേ. കണ്ടോ? വാഷ് ചെയ്യുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പരത്തി കൊടുക്കാനാണ്, പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കാന്താരി ഉണ്ട്. വൈറ്റ് കാന്താരി ഉണ്ട്, കുറച്ച് പച്ച കാന്താരി ഉണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ചുവന്ന ഇട്ട് മുളകിൻ്റെ പൊടി, പിന്നെ മഞ്ഞളിൻ്റെ പൊടി, ഉപ്പ്. ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കണം. കുറച്ച് വെള്ളം ചേർത്തെടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരപ്പ് ഈ കൂന്തലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനിപ്പോൾ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് സ്വർഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ചേർത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. ഇത് വെക്കുകയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാം. എല്ലാം നന്നായി ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിക്കാം. ഇപ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂന്തൽ പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ ഞാനിത് കുറച്ച് അരിമണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മസാല അടിക്ക് പിടിക്കില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മുരിഞ്ഞില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂന്തൽ. അപ്പോൾ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മസാല ബാക്കിയുണ്ട്, അത് കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മുരിപ്പിച്ചെടുത്തിട്ട് ഇതിലേക്കാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓയിലില്ല, ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലിട്ടിട്ട് ഇങ്ങനെ ചേർത്തെടുത്ത് നല്ല മുരിഞ്ഞാൽ അതിലേക്ക് ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നു. ഇതിലേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ ഇതിലേക്കാണ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വിളമ്പുന്ന സമയത്ത് പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാൻ പാത്രത്തിൽ സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മീൻ പൊരിച്ചത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. കൂന്തൽ ഇതുപോലെ കൂന്തലൊക്കെ ഒന്ന് പൊരിച്ച് നോക്കിയാട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും പൊരിച്ചിട്ടിട്ടാൽ മതി. പിന്നെ ഉണ്ടോ മസാല തീരെ കല്ലുമ്മ പിടിക്കൂല. നമ്മൾ കുറച്ച് അരിയോ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. പക്ഷെ കറിവേപ്പിലിനേക്കാളും നല്ലത് കുറച്ച് അരിയാവുമ്പോൾ തീരെ പിടിക്കൂല. മസാല മീനുമ്പോൾ തന്നെ ഉണ്ടാവും.
ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.